ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഇതാ നല്ല മഴ പുറത്ത് നല്ല മഴ തകർത്ത് പെയ്യുന്നുണ്ട് കേട്ടാ. ഇവിടെ ഒരു ഹലോ പറയണോ. ഹലോ ഗൈസ്. അവളെ പുതിയ കമ്മല പുറത്ത് നല്ല തകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. തകൃതിയായിട്ട്. അപ്പൊ നമ്മളിവിടെ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല കാട ഫ്രൈ ആണ് കേട്ടോ. കാടമുട്ട അല്ല, കാട പൊരിച്ചെടുക്കണം കേട്ടോ. എടുത്താ ഫ്രിഡ്ജിലെടുത്താ അവരാ നമ്മള് കാട അപ്പൊ ഇതാ ഞാനിവിടെ കുറച്ച് കാടകളെ മൊത്തം ഒഴിവാക്കി. അപ്പൊ ഒഴിവാക്കിയപ്പോ കുറച്ച് കാടകളെ തെരവ് ബാക്കി ബാലൻസ് വെച്ചിരുന്നല്ലോ കൂട്ടില്. അപ്പോൾ അത് ഇക്കയും മക്കളും ഞങ്ങളെല്ലാവരും കൂടി മറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ അത് എടുത്തുകാണ്ട് ഒന്ന് മസാലയെ കൂട്ടി വെച്ചു. ഉച്ചക്ക് മത്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി ഇതാ നമ്മൾ മസാല തേച്ച് വെച്ചതാണ് കേട്ടോ. മസാലയൊക്കെ തേച്ച് ചിക്കൻ മസാലയും എല്ലാം തേച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മളിവിടെ കാട പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി കാട പൊരിച്ച് കാട കിട്ടോളം ഞോട് ഇങ്ങനെ തന്നെ കേട്ടോ. അതാണ് അച്ചുട്ടി. അതാണ് നമ്മുടെ അടിപൊളി അച്ചുട്ടി. അച്ചുട്ടി ഈ കാട പൊരിച്ച് പ്ലേറ്റിലാക്കി ചോറ് കിട്ടിയാലേ അച്ചുട്ടി നിൽക്കുള്ളൂ ഗൈസ്. എന്നത്തെയും പോലെ അച്ചുട്ടിക്ക് കാല് വേണ്ടി വരും കേട്ടോ. അതാണ് പിന്നെ അച്ചുട്ടിന്റെ പരാതി. ഒക്കെ കാല് കിട്ടിയാലേ ഇവിടെ അടങ്ങുള്ളൂ കേട്ടോ. കാലും കയ്യൊക്കെ ഉണ്ട്. നമ്മള് ചുട്ടെടുക്കട്ടെ കേട്ടാ. മദ്രസ വിട്ട് വന്നിട്ട് മക്കളൊക്കെ അപ്പൊ മദ്രസ വിട്ട് വരുമ്പോത്തിന് ഒരു കാട ഞാൻ കടീന്ന് എന്താ അറിയോ, കാടന്റെ പീസിനിടാക്കിക്കണ്ട. ഒരു കാടന്റെ നടും ഇട്ട് കട്ട് ചെയ്തിരിക്കണം കേട്ടോ. ഒരു കാടനെ പൊളിച്ചെടുത്തിട്ടാണ് കേട്ടോ. അപ്പൊ ഒരു കാലും ഒരു നടുഭാഗം ഒരാൾക്ക് കിട്ടും. അങ്ങനെ ആക്കിക്കാണ്ട് രണ്ട് കഷ്ണങ്ങൾ ഇങ്ങനെ കേട്ടോ. ഒരു കാട് എന്താണ് പൊന്നോട് പോരാ. പൊന്നൂസവിടെ ഭയങ്കര വിളിയാണ്, വിളിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ പിന്നെ എന്തെങ്കിലും ഒന്ന് വേണട്ട് വിളിച്ചോണ്ടിരിക്കാനായിട്ട്. കണ്ടില്ലേ ഞങ്ങള്. ഇപ്പൊ ഇതാ നമ്മള് ചുറ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കും. അച്ചുട്ടിന്റെ കാടകൃഷിയാണ് നമ്മൾ പറയുന്നത്. ഓളെ കാടകൃഷി തന്നെയാണ്. സോപ്പും ഉണ്ട്. ഓള് പറയാൻ കാരണം എന്താ പറയാ, അസാസ് കാട ഫാം ആണ്. ഞങ്ങളുടെ കാട ഫാമിന്റെ പേര് അസാസ് ആണ്. സോപ്പും അസാസ് ഓർഗാനിക് സോപ്പാണ്. അതാണ് ഓള് പറഞ്ഞത്. ഓളതാണ് ഓളെ പേരിൽ വെച്ചിട്ട് 2 പ്രൊഡക്ട്സ് ആണ് കേട്ടോ. കാടയും രണ്ടും ഇട്ടാ. അച്ചുട്ടി അങ്ങനെ ഓരോന്ന് പറയും. അച്ചുട്ടിന്റെ സിങ്കാണ്. മക്കള് വന്നു ഗൈസ്. മക്കൾ മദ്രസിട്ട് വന്നതാണ് കേട്ടോ. എന്താ കിട്ടീനെ? മദ്രസിന്ന് മൗലൂദോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ മദ്രസിന്ന് കിട്ടിയതാണ് കേട്ടോ. അത് നാള് മൗലൂദ് എന്തെങ്കിലും മരണപ്പെട്ട ആൾക്കാരെ ദ്വാരൊക്കെ ഉണ്ടാവുമ്പോ ചീരിഞ്ഞ് കൊടുക്കുമല്ലോ. അപ്പൊ അങ്ങനെ ചീരിഞ്ഞിട്ട് ഇതാണ് കേട്ടോ, ബന്നാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് വന്നതാണ് കേട്ടോ. കാട പൊരിച്ചത് ആവണല്ലേ ഉള്ളു മച്ചുവാ. ചോറ്റിക്കാണ് കാട പൊരിച്ചത്, ചോറ്റിക്കല്ലേ. അങ്ങനെ ഇതാ ഗൈസ് നമ്മുടെ കാട ഇവിടെ ഏകദേശം ഇവിടെ ആയി തുടങ്ങിയത് കേട്ടോ. ചെറിയൊരു കുഞ്ഞ് ചട്ടിയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കണം കേട്ടോ.
ഇതാ കാട കണ്ടില്ല വെന്തിക്കണ്. ഇതാ എല്ലാവർക്കും ഒരു കാട വെച്ചിട്ടാ പൊരിച്ചിക്കണ കേട്ടോ. 2 കഷ്ണം ഒരു കാട ഓരോരുത്തർക്ക് കിട്ടാ. ഇവർക്ക് ഇപ്പൊ തന്നെ കാട പൊരിച്ചത് വേണമെന്ന് അച്ചുട്ടി പറഞ്ഞ കേട്ടാ. ഇവിടെ പൊരിച്ച് ഫുള്ളാവാൻ ഇടയില്ല, അതാണ് ഇവിടെ പ്രശ്നം. അങ്ങനെതാ ഞാൻ കുട്ടികൾക്ക് 2ആൾക്കും ഒരു കാടൻ്റെ പീസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഇതാ എൻ്റെ അച്ചുട്ടി പ്ലേറ്റൊക്കെ നിരത്തി വെക്കൽ തുടങ്ങിക്കണേ. കാട പൊരിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങൾക്ക് ചോറ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഓൾ ഇതാ അവിടെ നിരത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മച്ചിൻ്റെ കൂടെ കേട്ടോ. ഉമ്മച്ചി ഇങ്ങനെ ചോറ് വിളമ്പുമ്പോൾ ഓൾ പ്ലേറ്റൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം മോനും അല്ലൂട്ടിയും ചോറ് ചോദിക്കൽ തുടങ്ങിക്കണം കേട്ടോ. ഇക്ക പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവൾ പന്തളി ഉണ്ട് തോന്നുന്നു TV-ൽ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നോളാന്ന് പറഞ്ഞു. അവർക്ക് ആദ്യം കൊടുത്തൂടെ എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഞാൻ മക്കൾക്കാണ് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നിരുന്നുകൊണ്ടിരിക്കുകയാണ്. പൊന്നൂസും മച്ചുട്ടിയും അല്ലും അതുപോലെ തന്നെ പൊന്നൂസും മനൂട്ടിനും 4 ആളും വന്നിട്ടുണ്ട് ചോറ് തിന്നാനായിട്ട്. അങ്ങനെ ഇതാ ഓരോരുത്തർക്കും പ്രത്യേകിച്ച് കാട പൊരിച്ചാൽ പ്രത്യേകിച്ച് ഭയങ്കര വിശപ്പുണ്ടാവും കേട്ടോ. ഇപ്പോൾ കുറേ ആയിരുന്നു കാടയൊക്കെ പൊരിച്ചിട്ട്. കാട നമ്മൾ ഉണ്ടാക്കലുണ്ട്, പക്ഷേ ഞാനൊന്നും കാട പൊരിച്ച് കൂട്ടൂലിട്ട്. ഞാൻ ഇതുവരെ കാടനെ വളർത്തുന്നുണ്ട്, കാട ഇവിടെ ഉണ്ട് വിചാരിച്ച് ഇതുവരെ ഞാൻ കാടിറച്ചി തിന്നിട്ടില്ല കേട്ടോ. നമ്മൾ വളർത്തുന്ന സാധനങ്ങൾ നമുക്ക് തിന്നെക്കൊണ്ട് തിന്നാൻ കഴിയൂല. ഞാനിവിടെ കോഴിനെ അറുത്താലും ഞാൻ തിന്നൂല, കാട അറുത്താലും ഞാൻ തിന്നൂല കേട്ടോ. അപ്പോൾ പക്ഷെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടികൾ തിന്നും. അപ്പോൾ അങ്ങനെ അവർക്ക് എല്ലാവരും കൂടി ചോറ് കൊടുക്കുകയാണ് കേട്ടോ. മനൂട്ടൻ പിന്നെ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവന് മടിയായിട്ട് ബാക്കിൽ നിൽക്കുകയാണ്. അച്ചുട്ടി എങ്ങനെയുണ്ട് അച്ചുട്ടി? ഇത് രസമുണ്ടോ? എങ്ങനെയുണ്ട് കാട? പൊന്നൂസേ കാട എങ്ങനെയാണ് പൊന്നൂസേ? പൊന്നൂസ് തെറ്റിയോ? പൊന്നൂസിന് പിന്നെ എന്നും തെറ്റാണ്, എന്നും തെറ്റിലാണ് കേട്ടോ പൊന്നൂസിന് തെറ്റിൽ തന്നെ ഉള്ളൂ. പൊന്നൂസേ എപ്പടി ഇരിക്കും തങ്കം? മൈ തങ്കം, മൈ സ്വീറ്റി, എപ്പടി ഇരിക്ക്? പൊന്നൂസ് മുണ്ടണില്ല ഗൈസ്. മുണ്ടാണെങ്കിൽ മുണ്ടിക്കോ കുഞ്ഞി പൊന്നൂസേ. പാട്ടാടിയൊന്നും ഓള് മുണ്ടില്ല. എൻ്റെ അച്ചൂട്ടി കറിയൊന്നും വരാതെ കാടനെ കടിച്ചിട്ടുണ്ടില്ലേ. ആദ്യം അല്ലോ ഇക്കുമാനും വന്നിട്ടില്ല, ഇക്കും വന്നിട്ടില്ല. അല്ലുണ്ട്. നല്ല മീൻകറിയാണ് കേട്ടോ. അപ്പോൾ കാടന്ന് കുട്ടികൾക്ക് ഇക്കാക്കും എനിക്കൊക്കെ മീൻ വറ്റിച്ചതുണ്ട്. അപ്പോൾ കുട്ടികൾക്കാണ് കാട പൊരിച്ചു കൊടുത്ത്. പിന്നെ ഇതാ ഇക്കയും മനൂട്ടിനും ഞാനും അങ്ങനെ എല്ലാവരും കൂടി പിന്നെ ചോറ് തിന്നാണ് കേട്ടോ. ഞാനും അവരെ കൂടെ തന്നെ അങ്ങോട്ട് തിന്നാണ്. പക്ഷെ ഞാൻ ടേബിളിന് അവിടെ ചേരട്ട് ഇരുന്നിട്ടില്ല കേട്ടോ. ഞാനിവിടെ അപ്പുറത്തായിട്ട് തിണ്ടുമ്മൽ ഇരുന്നിട്ടാണ് കഴിക്കണത് കേട്ടോ. അങ്ങനെ ഇതാ ചോറുന്നല്ലൊക്കെ കഴിഞ്ഞ് പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് മോറെടുക്കണ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് മോറെടുത്തതിന് ശേഷം കുട്ടികൾക്കൊക്കെ ഓരോരുത്തർ ഉറക്കം വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെച്ചതിന് ശേഷം അതൊക്കെ ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് കുട്ടികളൊക്കെ ഒന്ന് ഉറക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അച്ചുട്ടിയും പൊന്നൂസൊക്കെ ഉറക്കം വരുന്നു എന്ന് പറയുന്നുണ്ട്. ചോർക്ക് പായി നീത്തി കൊടുത്ത് ചുട്ടിനെ ഒപ്പം കെടുത്തി കുറച്ച് നേരം ഒപ്പം ഇരുന്നാലാണ് കേട്ടോ അച്ചുട്ടി ഉറങ്ങുള്ളൂ. അങ്ങനെ ഇതാ പാത്രം മോറലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇവിടെ നിന്ന് സ്റ്റൂളുകളൊക്കെ നട്ടിയാക്കി വെച്ച് ഇവിടെയൊക്കെ ഒന്ന് അടിച്ചേരിടണം കേട്ടോ. അടിച്ചേരിടലും ഒന്നും ഇങ്ങോട്ട് ക്ലീൻ ആക്കലാണ് കേട്ടോ പരിപാടി. അപ്പോൾ അച്ചുട്ടി ഞാനും സ്റ്റൂളാക്കി തരാമെന്നൊക്കെ പറഞ്ഞ ഓളും ഉണ്ട് എൻ്റെ കൂടെ. ഓളല്ലെങ്കിലും ഉമ്മച്ചിൻ്റെ ഒപ്പം എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടാണ് കേട്ടോ. ഉമ്മച്ചി എന്തെടുക്കുകയാണെങ്കിലും എൻ്റെ അച്ചുട്ടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. തുടക്കലും കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് അകത്തേക്ക് കേട്ടോ. പിന്നെ കുറച്ച് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. കുട്ടികളെ ഉറങ്ങിയതിന് ശേഷം കുറച്ച് നേരം നമ്മൾ കുറേ വീഡിയോസ് കാണാനുള്ളത് കാണാനും കുറച്ച് എഡിറ്റ് ചെയ്യാനും അതിനൊക്കെ ആയിട്ട് ഇരിക്കും കേട്ടോ. അങ്ങനെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനും കൂടിയുള്ള പരിപാടി. പിന്നെ ആദ്യകുട്ടനും അല്ലും മക്കളെല്ലാവരും കൂടി കാടമുട്ട പെട്ടിയാക്കണം കേട്ടോ. ഇക്കും മക്കളുമാണ് കേട്ടോ കാടമുട്ടയൊക്കെ പെട്ടിയാക്കൽ. അപ്പോൾ ഓലവിടെ കാട ബോക്സ് നാളെ രാവിലെ കൊണ്ടുപോകാനുള്ളതാണ് മുട്ടയൊക്കെ കേട്ടോ. അപ്പോൾ ഓലെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ കാടമുട്ട പെട്ടിയാക്കുക കേട്ടോ. അവരോട് പെട്ടിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതാ ബെഡ്ഷീറ്റ് നീത്തുക, പായ നീത്തുക, കുട്ടികളെ ഉറക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. അച്ചൂട്ടിക്ക് പിന്നെ മുടിമ ഉമ്മച്ചിൻ്റെ ക്ലിപ്പാണ് അച്ചൂട്ടി ഇട്ടിക്കണത്. അച്ചൂട്ടിക്ക് എപ്പോഴും കുറച്ച് മുടിയുള്ളൂ, പക്ഷെ എന്നാലും ആ മുടി ബാക്കിൽ ഇങ്ങനെ കെട്ടി കൊമ്പായി നടക്കണം. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ കെട്ടുന്നൊരു ഇറക്കി കുടുംബക്കുത്തിണ്ട്. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ അച്ചൂട്ടി ഇട്ട് ഇങ്ങനെ നേളി കൊഞ്ച് നടക്കലിട്ട് ഏത് നേരം ബാക്കിൽ മുടി കെട്ടണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അച്ചൂട്ടിക്ക് ബെഡൊക്കെ നീട്ടി കൊടുത്ത് അച്ചൂട്ടിൻ്റെ കൂടെ തന്നെയാണ് കിടക്കൽ കേട്ടോ. മറ്റൊരെല്ലാവരും പായലും കിടക്കും.
മനുവിൻ്റെ പിന്നെ വേറെ റൂമിലൊക്കെ എടുക്കല് കേട്ടോ. അപ്പോൾ മനു നേരത്തെ ഉറങ്ങിക്കണം. മനുവിനും പൊന്നൂസിനും രാവിലെ 6:15 മദ്രസ ഉള്ളത് കേട്ടോ. അപ്പോൾ ഓരൊക്കെ കിടന്ന് ഉറങ്ങിക്കണം. ഇവർക്ക് പിന്നെ രാത്രി മദ്രസാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വൈകിട്ടൊക്കെ എടുക്കാനായിട്ട് എല്ലാവരും പായൊക്കെ നീട്ടി കൊടുത്ത് ബെഡൊക്കെ സെറ്റാക്കി കിടത്തി എല്ലാവരും ഉറക്കണം കേട്ടോ. അച്ചുട്ടിക്ക് ഉറക്കം വന്നിക്കണേ. അച്ചുട്ടിന്റെ മുഖത്തല്ലേ പേപ്പർ സോപ്പാണ് കേട്ടത്. അപ്പോൾ ഇന്നത്തെ കാട പൊരിച്ചതും വിശേഷം ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ ഇവിടെ തേഞ്ഞ കേട്ടോ. ഞാനൊരു 5 കാടനെ പൊളിച്ചിട്ടുണ്ടാക്കി, പക്ഷെ ഇവർക്ക് തേഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി നാളെ കുറേ ഉണ്ടാക്കണമെന്ന് ഉണ്ടാകും. കച്ചു കേൾക്കണില്ല. നാളെ കുറേ ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്. പൊന്നൂസിന് പേപ്പർ സോപ്പിന്റെ പരാതി മാറി. പേപ്പർ സോപ്പ് ഞാൻ വാങ്ങി കൊടുത്തിട്ടില്ല കേട്ടോ. അതിന്റെ പരാതിയും പിന്നെ ഓളെ പൊന്തിച്ചില്ല. ഇവിടെ ഇങ്ങനെ തൂക്കി നേരത്തെ ഞാൻ കാൽമച്ച് ഇങ്ങനെ പൊന്തിച്ചില്ല. അപ്പൊ ഞാൻ ഇന്നെ പൊന്തിച്ചില്ല അറിഞ്ഞുകാണ്ട് അതും പറഞ്ഞു. ഓൾക്ക് എപ്പോഴും ഇന്നോട് തെറ്റിലാണ് ഇപ്പോൾ. അപ്പോൾ ഓള് തെറ്റിക്കിടന്നിക്കണം. ഓള് ഈ വീഡിയോയിൽ വരൂല. ഓള് തെറ്റിക്കിടന്ന് പിന്നെ മനുമോന് പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ആ വീഡിയോയിൽ വരൂല, വീഡിയോയിൽ ഉൾപ്പെടുത്താൻ അയക്കൂല കേട്ടോ. അപ്പൊ ഞങ്ങൾ തന്നെ ആക്റ്റീവായിട്ട് വീഡിയോയിൽ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ 4 ആളും 3 ആളും കേട്ടോ. 4 ആളും ഉണ്ടല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ കാടയൊക്കെ നമുക്ക് നാളെ നമുക്ക് ഇഷ്ടം കുറേ പൊരിച്ചിട്ടാ. നാളെ കുറേ ഓരോരുത്തർക്ക് ഓരോ കാട പൊരിച്ചു കേട്ടോ. ഇഷ്ടം ബാക്കിയുള്ളത് ഫുള്ള് നാളെ പൊരിച്ച. അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞോളാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വരാം. പേപ്പർ സോപ്പ്